പറമ്പിലെ കുളത്തിൽ മാംസം തിന്നുന്ന പിരാന, ആഫ്രിക്കൻ മുഷി, അക്കൗണ്ടിൽ കോടികൾ, കാടുകയറിയ വീട്ടിലും പരിസരത്തും നിരവധി അസ്ഥികളും സ്ത്രീകളുടെ സാരികളും ഹാൻഡ് ബാഗുകളും. ഹോളിവുഡ് സീരിയൽ കില്ലർ സിനിമകളെ വെല്ലുന്ന ദുരൂഹതയാണ് ആലപ്പുഴയിലെ സെബാസ്റ്റ്യൻ എന്ന കൊടും ക്രിമിനലിനുള്ളത്. അതിരമ്പുഴ കോട്ടമുറി കാക്കനാട്ട് കാലായിൽ ജെയിൻ മാത്യു എന്ന ജൈനമ്മ ധ്യാന കേന്ദ്രത്തിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറപ്പെടുകയും 2024 ഡിസംബർ 23 വീട്ടിൽ നിന്നിറങ്ങിയ ജൈനമ്മയെ ആരും കാണാതാവുകയും പിന്നീട് ആലപ്പുഴ ചേനം പള്ളിപ്പുറം പഞ്ചായത്ത് 9-ാം വാർഡിൽ സെബാസ്റ്റ്യന്റെ ചെങ്ങത്തറ വീട്ടിൽ പോലീസ് അന്വേഷണത്തിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. ഇതോടുകൂടിയാണ് സെബാസ്റ്റ്യൻ എന്ന സീരിയൽ കില്ലറിന്റെ കഥകൾ പുറം ലോകം അറിയുന്നത്. ജൈനമ്മ കൊല്ലപ്പെട്ടുവെന്ന് പോലീസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇതാദ്യമായല്ല സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പോലീസ് സെബാസ്റ്റ്യന്റെ വീട്ടിലേക്ക് എത്തുന്നത്. 2-ലധികം സ്ത്രീകളുടെ തിരോധാന കേസിൽ പോലീസ് തെളിവ് തേടി ഇവിടെ എത്തിയിട്ടുണ്ട്. അതിദുരൂഹമാണ് സെബാസ്റ്റ്യന്റെ ജീവിതമെന്ന് ഞാൻ പറഞ്ഞല്ലോ. സെബാസ്റ്റ്യനെ നാട്ടുകാർ അമ്മാവൻ എന്നാണ് വിളിക്കുന്നത്. വിവാഹിതനെങ്കിലും ഒറ്റയാന് സമാനമായ ജീവിതം. വിവാഹിതനാണ്, 11 വയസ്സുള്ള പെൺകുട്ടിയുടെ അച്ഛനാണ്, 68 വയസ്സുമുണ്ട് സെബാസ്റ്റ്യന്, കോടീശ്വരനാണ്. ഭാര്യയെയും മകളെയും നാട്ടുകാർ ചേർത്തല വീട്ടിൽ അവസാനം കാണുന്നത് 5 വർഷം മുൻപാണ്. ഏറ്റുമാനൂരിലെ വീട്ടിലാണ് ഇവരുടെ താമസം. ലോഡ്ജ് മുറിയെടുത്ത് താമസിക്കുകയാണ് സെബാസ്റ്റ്യന്റെ സ്ഥിരം ശീലമെങ്കിലും 2.5 ഏക്കറോളം വരുന്ന ഭൂമിയും അവിടെയുള്ള വീട്ടിലുമൊക്കെ ഇടയ്ക്കെത്താറുണ്ട് സെബാസ്റ്റ്യൻ. ഇവിടെ വരുന്ന സാഹചര്യങ്ങളിലാണോ ഈ സ്ത്രീകളെ കൊന്നത്? അതായത് ഈ ലഭിച്ച സെബാസ്റ്റ്യന്റെ പുരയിടത്തിൽ നിന്നും ലഭിച്ച അസ്ഥികൾ ആരുടേതാണ് എന്നടക്കമുള്ള ശാസ്ത്രീയ വിശകലനങ്ങളൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. വീട്ടുവളപ്പിൽ നിന്നും കത്തിക്കരിഞ്ഞ ശരീരാവശിഷ്ടം കണ്ടെത്തിയ സംഭവത്തിലാണ് സെബാസ്റ്റ്യനെ പോലീസ് കഴിഞ്ഞതിടയ്ക്ക് കസ്റ്റഡിയിലെടുക്കുന്നത്. പക്ഷേ വീട്ടുവളപ്പിൽ നിന്നും ശരീരാവശിഷ്ടം കണ്ടെത്തിയിട്ടും സെബാസ്റ്റ്യന് യാതൊരുവിധ കൂസലുമില്ല. പോലീസിനെ വട്ടം കറക്കുകയാണ് യഥാർത്ഥത്തിൽ. സ്ത്രീകളുടെ തിരോധാന കേസിൽ സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്ന് ലഭിച്ച മൃതദേഹ അവശിഷ്ടങ്ങൾ ജൈനമ്മയുടേതല്ല എന്നാണ് പ്രാഥമിക നിഗമനം. കണ്ടെത്തിയ അസ്ഥിയുടെ ഭാഗങ്ങൾക്ക് 6 വർഷത്തിലധികം പഴക്കമുണ്ട്. 2024 ഡിസംബറിലാണല്ലോ ജൈനമ്മയെ കാണാതെയാവുന്നത്. എങ്കിൽ പിന്നെ ഈ അസ്ഥികൾ ആരുടേതെന്നിനി പരിശോധിക്കേണ്ടതുണ്ട്. ഇത് മറ്റ് പല സംശയങ്ങൾക്കും ഇട നൽകുകയും ചെയ്യുന്നു. കസ്റ്റഡി കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് സെബാസ്റ്റ്യനിൽ നിന്നും പരമാവധി വിവരം ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് കോട്ടയം ക്രൈംബ്രാഞ്ച്. അന്വേഷണവുമായി പക്ഷേ ഇയാൾ സഹകരിക്കുന്നില്ല, യാതൊരു കുലുക്കവുമില്ല. ഇയാളുടെ ഭാര്യയെയും പോലീസ് ചോദ്യം ചെയ്യുമെന്നാണ് മനസ്സിലാവുന്നത്. ഏറ്റുമാനൂരിലെ വീട്ടിലാണ് അതിൽ താമസം. ക്യാപ്പിട്ട പല്ലുകളും മൃതദേഹ അവശിഷ്ടങ്ങളുടെ അടുത്തു നിന്നൊക്കെ ലഭിച്ചിരുന്നു. ജൈനമ്മയ്ക്ക് അത്തരം പല്ലുകളില്ലെന്ന് ബന്ധുക്കൾ ഉറപ്പിക്കുന്നു. ചേർത്തല സ്വദേശി ഹൈറുമ്മയ്ക്ക് അഥവാ ഐഷയ്ക്ക് വെപ്പുപല്ലുണ്ടെന്നും കാണാതായ ബിന്ദു പത്മനാഭൻ പല്ലുമായി ബന്ധപ്പെട്ട് വിദഗ്ധ ചികിത്സ തേടിയിട്ടുണ്ടെന്നും ക്രൈംബ്രാഞ്ചിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ആദ്യ പരിശോധനയിൽ അസ്ഥി കണ്ടെത്തിയതിന് സമീപം തന്നെയാണ് തിങ്കളാഴ്ചയും അടുത്ത അസ്ഥികഷ്ണങ്ങൾ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശരീരാവശിഷ്ടങ്ങൾ ഒരാളുടെ തന്നെ ആകുമെന്ന വിലയിരുത്തലുമുണ്ട്. വ്യാഴാഴ്ച DNA പരിശോധനാ ഫലം വരുന്നതോടെ സ്ഥിരീകരണമുണ്ടാകും. അസ്ഥികളും ലഭിച്ചിട്ടുണ്ട്. കുളത്തിൽ നിന്ന് സെപ്റ്റിക് ടാങ്കിൽ നിന്നും ഒക്കെ ശേഖരിച്ച വെള്ളവും മണ്ണും പരിശോധനയ്ക്ക് അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. ജൈനമ്മയുടെ മൊബൈൽ ഫോണുമായി സെബാസ്റ്റ്യൻ പോയ ഈരാറ്റുപേട്ടയിലെ കടയിൽ അടുത്ത ദിവസം തെളിവെടുക്കും. സെബാസ്റ്റ്യന്റെ ജീവിതവും വീടുമെല്ലാം അടിമുടി ദുരൂഹത നിറഞ്ഞതാണ്. ബ്രോക്കർ ജോലിയും സ്ഥിരം യാത്രകളും ലോഡ്ജുകളിൽ താമസവും പതിവാക്കിയ ആളാണ് സെബാസ്റ്റ്യൻ. ദിവസങ്ങൾ കൂടുമ്പോഴാണ് സ്വന്തം വീട്ടിലെത്താറുള്ളത്. വീടിനോട് ചേർന്ന 2.5 ഏക്കർ സ്ഥലത്ത് ഇയാൾ കൃഷി ചെയ്തിരുന്നില്ല. ഈ പറമ്പിലെ കുളങ്ങളിൽ മാംസം തിന്നുന്ന പിരാനയും ആഫ്രിക്കൻ മുഷി അടക്കമുള്ള മീനുകളെ ഇയാൾ വളർത്തിയിരുന്നു. ഈ ശവശരീരങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ഈ മീനുകൾക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ടോ എന്നതടക്കമുള്ള സംശയമുണ്ട്. അല്ലെങ്കിൽ തെളിവുകൾ മറയ്ക്കാൻ വേണ്ടിയാണോ ഇയാൾ ഇത്രയും വലിയൊരു കുളത്തിൽ മീനുകളെ വളർത്തിയതെന്ന സംശയവും ബാക്കിയാണ്. സെബാസ്റ്റ്യന്റെ സാമ്പത്തിക ഇടപാടുകളെ പറ്റിയും ക്രൈംബ്രാഞ്ച് പരിശോധിക്കുന്നുണ്ട്. 2 വർഷത്തിനിടെ ജില്ലയുടെ വടക്കൻ മേഖലയിലെ ഒരു സഹകരണ ബാങ്കിലെ സ്വന്തം അക്കൗണ്ടിൽ നിന്നും 1.25 കോടി രൂപയും മറ്റൊരു സഹകരണ ബാങ്കിലെ അക്കൗണ്ടിൽ നിന്നും 40 ലക്ഷം രൂപയും സെബാസ്റ്റ്യൻ പിൻവലിച്ചിരുന്നു. ഈ പണത്തിന്റെ ഉറവിടം എവിടെ നിന്നാണ്? പിൻവലിച്ചത് എന്തിനു വേണ്ടിയാണ്? ഈ പണം ഇയാൾ എന്ത് ചെയ്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ചിന് മുന്നിലെത്തിയ ആദ്യ കേസ് ബിന്ദു പത്മനാഭൻ എന്ന സ്ത്രീയുടെ തിരോധനവുമായി ബന്ധപ്പെട്ട കേസായിരുന്നു. കോടികളുടെ സ്വത്തിനുടമയായിരുന്ന കടക്കരപ്പള്ളി ആലുങ്കൽ സ്വദേശിനിയാണ് ബിന്ദു പത്മനാഭൻ. 2006 ബിന്ദുവിനെ അവസാനമായി ബന്ധുക്കൾ കാണുന്നത്. ബിന്ദുവുമായി സെബാസ്റ്റ്യൻ വളരെ അടുത്ത സൗഹൃദമുണ്ടായിരുന്നു. ബിന്ദുവിന് ശേഷം തൊട്ടടുത്തതായി സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് തിരോധാനം ഉണ്ടായ സ്ത്രീയുടെ പേര് ഐഷ എന്നാണ്. 2012 മുതലാണ് ഇവരെ കാണാതെയാവുന്നത്. എങ്ങനെയാണ് ഈ സ്ത്രീയോട് സെബാസ്റ്റ്യൻ സൗഹൃദം സ്ഥാപിച്ചതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്നാൽ സെബാസ്റ്റ്യന്റെ വീട്ടിൽ കണ്ടെത്തിയ ക്ലിപ്പിട്ട പല്ല് ഐഷയുടെ നിന്ന് സുഹൃത്ത് മൊഴി നൽകുന്ന സാഹചര്യത്തിൽ ഇതിലും കൂടുതൽ തെളിവുകൾ കിട്ടേണ്ടതുണ്ട്. മാത്രമല്ല സെബാസ്റ്റ്യനെ വിഷയവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ചിന് കൃത്യമായ ഉത്തരങ്ങൾ നൽകേണ്ടതുണ്ട്. 2020 ഒക്ടോബർ 19 മുതലാണ് സിന്ധു എന്ന് പറയുന്ന മറ്റൊരു സ്ത്രീയെ കാണാതെയാകുന്നത്. മകളുടെ കല്യാണ നിശ്ചയത്തിന് 2 ദിവസം മുൻപ് ക്ഷേത്രത്തിൽ പോകുവാനായി വീട്ടിൽ നിന്നിറങ്ങിയെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഈ സിന്ധുവിനും അതിനു മുൻപ് കാണാതായ ബിന്ദുവിൻ്റെയും ഐഷയുടെയും ഒക്കെ സമാനമായ ജീവിത സാഹചര്യമാണ്. ഇവരൊക്കെ തന്നെ ഭർത്താവിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും മാറി ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വ്യക്തികളാണ്.
ഒടുവിലത്തെ ആളാണ് ജൈനമ്മ. എന്തായാലും 2005 മുതൽ സംസ്ഥാനത്ത് കാണാതായ സ്ത്രീകളെക്കുറിച്ചുള്ള വിവരങ്ങൾ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ നിന്നും പോലീസ് ശേഖരിച്ചു വരികയാണ്. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത്. ഇരകളെ തിരഞ്ഞെടുക്കാൻ സെബാസ്റ്റ്യൻ മറയാക്കിയിരുന്നത് വസ്തുവ്യാപാരവും ആരാധനാലയങ്ങളുമായിരുന്നു എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കുടുംബവുമായി അകന്നു കഴിഞ്ഞവരാണ് ഇയാളുടെ പ്രധാനപ്പെട്ട ടാർഗറ്റുകളെല്ലാം. ഇത്തരം പശ്ചാത്തലങ്ങളുള്ള സ്ത്രീകളുടെ വിവരങ്ങളാകും എന്തായാലും പോലീസ് ആദ്യഘട്ടത്തിൽ പരിശോധിക്കുക. എന്തായാലും 68-കാരനായ സെബാസ്റ്റ്യൻ ഒരു ചെറിയ മീനല്ല. കൂടുതൽ വിവരങ്ങൾ, ശാസ്ത്രീയ വിവരങ്ങളുമൊക്കെ കിട്ടുമ്പോൾ എന്തായാലും അമ്മാവൻ എന്ന സെബാസ്റ്റ്യൻ കുടുങ്ങുമെന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല.